മാധവം മലയാളത്തിലേക്ക് സ്വാഗതം. ചെന്നൈ ഉങ്ങളെ അൻപുടൻ വരവേൽക്കരുത്. ഞാൻ ഏത് പുസ്തകത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് ഇപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നോവൽ, അല്ലെങ്കിൽ യുവ മനസ്സുകളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു നോവൽ, ശ്രീ അഖിൽ പി ധർമ്മജന്റെ, എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ശ്രീ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. നോവലിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ എഴുത്തുകാരന്റെ തന്നെ വാക്കുകളിലേക്ക് കടക്കാം. പ്രിയ സുഹൃത്തെ, എത്രയോ പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ഈ പുസ്തകം തന്നെ തിരഞ്ഞെടുത്ത താങ്കളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആദ്യം തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ലക്ഷണമൊത്ത ഒരു നോവലാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക. കാരണം ഒരു എഴുത്തുകാരനേക്കാൾ എനിക്ക് യോജിച്ച പേര് ഒരു കഥപറച്ചിലുകാരൻ എന്നതാവും. എന്റെ അരികിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കഥ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകുമോ അതുപോലെ ഈ നോവലിനെയും കണ്ടാൽ മതിയാവും. കടുത്ത സാഹിത്യപ്രേമിയാണ് താങ്കളെങ്കിൽ എന്റെ കഥ പറച്ചിൽ താങ്കളെ നിരാശപ്പെടുത്തിയേക്കാം. അങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇനി റാം കെയർ ഓഫ് ആനന്ദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിനെ ഒരു സിനിമാറ്റിക് നോവൽ എന്ന് വിശേഷിപ്പിക്കാനാണ് എഴുത്തുകാരൻ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് ഒരു സിനിമ കാണുന്ന അതേ മനസ്സോടെ വായിച്ചു തീർക്കാവുന്ന ഒരു നോവൽ. അതുപോലെ വളരെ ലളിതമായ രചനാശൈലി, ആർക്കും ഏത് പുതിയ വായനക്കാരനും വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു നോവൽ, അല്ലെങ്കിൽ പുതിയൊരു ട്രെൻഡിന് തുടക്കം കുറിച്ച ഒരു നോവൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലെ ചില കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളുമെല്ലാം പല സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. വായിക്കാത്തവർക്ക് ഞാൻ കാത്തുവച്ചിരിക്കുന്ന സർപ്രൈസുകൾ നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് വായനയ്ക്ക് ശേഷം അത്തരം സർപ്രൈസുകൾ കഥ വായിക്കാത്തവരോട് പങ്കുവയ്ക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് തന്നെ കഥ പറയുവാനോ അതിന്റെ സർപ്രൈസുകൾ വെളിപ്പെടുത്തുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചിലത് നമുക്ക് പറഞ്ഞു പോകാം. നമുക്ക് ചെന്നൈ നഗരത്തിലേക്ക് കടക്കാം. ചെന്നൈ ഉങ്ങളെ അൻപുടൻ വരവേൽക്കരുത്. ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്നും സിനിമ പഠിക്കാനും നോവൽ എഴുതാനുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കാനും വേണ്ടി ചെന്നൈ എന്ന മഹാനഗരത്തിൽ എത്തിപ്പെടുന്ന റാം എന്ന യുവാവ് തരണം ചെയ്യുന്ന അനുഭവങ്ങളിലൂടെയാണ് നോവൽ കടന്നുപോകുന്നത്. റാമും ആനന്ദിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. കൂടാതെ വെട്രി, രേഷ്മ, പാട്ടി തുടങ്ങിയ മറ്റ് കഥാപാത്രങ്ങളും. ഇതിൽ പ്രണയം, സൗഹൃദം, വിരഹം, പ്രതികാരം, അങ്ങനെയെല്ലാം നിറഞ്ഞ വളരെ മനോഹരമായൊരു നോവലാണിത്. കൂടാതെ റാമും ആനന്ദിയുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെങ്കിലും ഇതിൽ വളരെ മിഴിവോടെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, മല്ലി. മല്ലിയെ നമുക്ക് എടുത്തു പറയാതെ വയ്യ. കഥയൊന്നും പറയുന്നില്ല, മല്ലിയെ വായിച്ചു തന്നെ ആസ്വദിക്കുക. പിന്നെ എന്റെ മനസ്സിനെ സ്വാധീനിച്ച രണ്ട് കഥാപാത്രങ്ങളാണ് തഞ്ചാവൂരിലെ ധനശ്രീ ലോഡ്ജിലെ വൃദ്ധ ദമ്പതികൾ. അവരുടെ കഥകൾ വളരെ ഹൃദയസ്പർശിയാണ്. നമ്മുടെ കഥയുമായിട്ട് അതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല, എങ്കിൽ പോലും അത് വളരെ മനോഹരമായി തന്നെ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ചില ചിന്തകൾ കാണാൻ കഴിയും. ചെന്നൈ നഗരത്തിന്റെ പ്രത്യേകതയായി എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ. ഡാ എന്ന് വിളിച്ചാൽ എന്താടാ എന്ന് ഉറച്ച ശബ്ദത്തോടെ തിരിച്ചു ചോദിക്കാൻ ധൈര്യമില്ലെങ്കിൽ ഇവിടെ നമ്മൾ തോറ്റുപോകും. ഇവിടെ സമയത്തിനാണ് വില. ഇത് ചെന്നൈ നഗരത്തിനെ കുറിച്ച് നോവലിസ്റ്റ് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ്. മറ്റൊന്ന് പെണ്ണിനെ കുറിച്ച്. ഒരു പെണ്ണ് പൂവായി തുടരുന്ന കാലമത്രയും അത് നുള്ളിയെടുക്കാൻ ആളുകളുണ്ടാകും. പക്ഷെ കനലായാൽ തൊടാൻ ആളുകൾ ഭയക്കും. അങ്ങനെ മനോഹരമായൊരു ചിന്തയാണത്. അതുപോലെ തന്നെ പ്രണയത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതവർ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. അങ്ങനെ മനോഹരമായ ചിന്തകൾ നോവലിലുണ്ട്. കൂടാതെ തന്നെ ഇത് തമിഴ് സംസ്കാരത്തെക്കുറിച്ച് ചെറുതല്ലാത്തൊരു വിവരണം നമുക്കിതിൽ കാണാൻ കഴിയും. കൂടാതെ സ്ഥലവിവരണവും നല്ല വ്യക്തമായി തന്നെ, വളരെ ഗംഭീരമായി തന്നെ സ്ഥലവിവരണം എഴുതിയിരിക്കുന്നു. വേറൊരു കാര്യം, ഇത് നമ്മൾ വായിക്കുമ്പോൾ എഴുത്തുകാരൻ തന്നെയാണോ കഥാനായകൻ എന്ന് നമുക്ക് ചില സന്ദർഭങ്ങളിൽ തോന്നാം. അങ്ങനെ എന്തുകൊണ്ടും മനോഹരമായ ഒരു നോവലാണിത്. ഇനിയും വായിക്കാത്തവരുണ്ടെങ്കിൽ
എടുത്ത് വായിക്കുക. ഒരു സിനിമ കാണുന്ന അതേ മനസ്സോടുകൂടി വായിച്ചു പോകാവുന്ന വളരെ മനോഹരമായിരുന്നു നോവൽ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സാഹിത്യപരിചയമൊന്നും ഇല്ലെങ്കിലും നമുക്ക് വായിച്ച് ആസ്വദിക്കാവുന്ന വളരെ മനോഹരമായൊരു നോവലാണിത്. ഇനിയും വായിക്കാത്തവരുണ്ടെങ്കിൽ എടുത്ത് വായിക്കുക, വായിച്ച് ആസ്വദിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുസ്തകവുമായി മാധവ മലയാളം വീണ്ടും കാണാം.